ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിധിന്യായത്തിൽ ദിലീപും അതിജീവിതയും തമ്മിലുള്ള ബന്ധം ഹൃദ്യമായിരുന്നില്ലെങ്കിലും അവരെ സിനിമാ മേഖലയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ശത്രുത ദിലീപിന് ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപിന്റെ ശത്രുതയാണ് അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ദ്രോഹിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ഇടയാക്കിയെന്ന പ്രോസിക്യൂഷൻ കേസിന് തെളിവില്ലെന്ന് വിലയിരുത്തി ദിലീപിനെ വെറുതെ വിട്ട ഉത്തരവിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ എല്ലാം നിഷേധിച്ചാണ് ഈ ഉത്തരവ്. അതേപോലെ ദിലീപിനെ പൾസർ സുനിയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെന്നും കോടതി പറയുന്നു. താരങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പ് നടത്തിയ ഹോട്ടൽ അബാദ് പ്ലാസയിലെ ദിലീപ് താമസിച്ച 410 നമ്പർ മുറിയിൽ പൾസർ സുനി എത്തിയതിന് തെളിവില്ല. തൃശൂർ ഹോട്ടൽ ജോയ്സ് പാലസ്, ജോർജേട്ടൻസ് പൂരം സിനിമയുടെ ലൊക്കേഷൻ, തൃശൂർ ടെന്നീസ് അക്കാദമി, തൊടുപുഴ ശാന്തിഗിരി കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലും ദിലീപും പൾസർ സുനിയും ഗൂഢാലോചനയുടെ ഭാഗമായി കണ്ടുമുട്ടി എന്നതിനും തെളിവില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയതായി പറയുന്ന കത്തും തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി ദിലീപിനെ അന്വേഷിച്ച് കാക്കനാട് കാവ്യമാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിൽ എത്തിയതിനും തെളിവില്ല. നടിക്കെതിരെ അതിക്രമം നടക്കുന്ന ദിവസം ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നതിന് ഈ കേസുമായി ബന്ധമുള്ളതായി കണക്കാക്കാനും കഴിയില്ല. അതേസമയം കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇല്ലെങ്കിലും 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ ആകില്ലെന്നും കോടതി വിലയിരുത്തി. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കണം, കാരണം കോടതിയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി അനന്തു സുരേഷ് കുമാർ എന്നൊരാൾ എഴുതിയ ഒരു പോസ്റ്റിലെ കുറിച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് നിയോഗിച്ച 3 ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ കെ സുരേഷ് കുമാർ IAS-ന്റെയും അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെയും മകനാണ് അനന്തു സുരേഷ് കുമാർ. കോടതി അലക്ഷ്യം എന്ന് ഓമന പേരിട്ട് വിളിച്ചേക്കാമെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായത് 2 വക്കീലന്മാർ, എല്ലാ പ്രതികൾക്കും വേണ്ടി ഹാജരായത് ഈ 2 വക്കീലന്മാർ, 8ാം പ്രതി ദിലീപിന് വേണ്ടി മാത്രം ഹാജരായത് 20 വക്കീലുമാർ, 7 പ്രതിഭാഗം വക്കീൽമാർ ഒരുമിച്ച് ഒരേ സമയത്ത് മാറി മാറി ഒരു സ്ത്രീയെന്നോ ഒരു മനുഷ്യനെന്നോ ഉള്ള പരിഗണന പോലും കൊടുക്കാതെ, അവളുടെ മാനത്തിന് 10 പൈസയുടെ പോലും വില കൽപ്പിക്കാതെ അവളെ വലിച്ചു കീറി പിച്ചു ചീന്തി അപമാനിച്ചപ്പോൾ ജഡ്ജി അത് അനുവദിച്ച് കൊടുക്കുകയും നോക്കി നിൽക്കുകയും ചെയ്തുവെന്ന് അതിജീവിത തന്നെ മേൽക്കോടതികളിൽ പരാതിപ്പെട്ടതാണ്. ഇത്ര അതിക്രൂരമായ പൈശാചികമായ ഒരു ക്രൈം നേരിട്ട് മാനസികമായും ശാരീരികമായും തകർന്ന ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് രാജ്യത്ത് ഒരു കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ ആ കോടതി മുറിയിൽ നിന്ന് നിരവധി ദിവസങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായി എന്ന് അവൾ തന്നെ നമ്മളോട് പറഞ്ഞു. ഇതുപോലെ 7 വായ്നോക്കികൾ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ആ സ്ത്രീയെ അപമാനിച്ചാൽ അവരുടെ വായിൽ വരുന്നതും മനസ്സിൽ തോന്നുന്നതുമായ വൃത്തികേടുകളും രതി വൈകൃതങ്ങളുമൊക്കെ അവളെ നടുക്ക് നിർത്തി ചുറ്റും വട്ടം കൂടിയെന്ന് വിളിച്ചു പറഞ്ഞാൽ BNS സെക്ഷൻ 79 എന്ന വകുപ്പ് പ്രകാരം കേസെടുത്ത് ശിക്ഷിക്കാൻ കഴിയില്ലേ? ഇതേ നാരത്തരവും ഇതേ ക്രിമിനൽ കുറ്റവും ഗൗണിട്ട 7 നാറിയ രാക്ഷസന്മാർ ഒരു കോടതി മുറിക്കുള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് മാത്രം എങ്ങനെയാണ് നിയമ പരിരക്ഷ കിട്ടുന്നത്? ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഈ 7 പ്രതിഭാഗം വക്കീലന്മാർക്ക് ഒരുമിച്ച് ഒരു സമയത്ത് ആ പെൺകുട്ടിയെ കടിച്ചു കീറാനുള്ള അവകാശം ജഡ്ജി എഴുതി കൊടുത്തത്? അതും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടക്കുന്ന ഒരു കോടതിയിൽ. ഏറ്റവും സുപ്രധാന തെളിവായ ആക്രമണ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് കോടതിയുടെ സംരക്ഷണത്തിലിരിക്കെ 3 തവണയാണ് നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യപ്പെട്ടത്. അത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? ബാലചന്ദ്രകുമാർ ദൃശ്യങ്ങൾ ദിലീപ് അനധികൃതമായി കണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. അത് അന്വേഷിക്കണം എന്ന് അതിജീവിത മേൽക്കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് 2 വർഷം മുമ്പ് തന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നും അനധികൃതമായി ആ മെമ്മറി കാർഡ് ആരൊക്കെയോ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുമുള്ള ഒരു FSL ലാബ് റിപ്പോർട്ട് ഇതേ ജഡ്ജിയുടെ മുന്നിൽ എത്തിയിരുന്നു എന്ന് അറിയുന്നത്. അവർ ഈ റിപ്പോർട്ട് പ്രോസിക്യൂഷനെയോ അതിജീവിതയോ അറിയിക്കാതെ 2 കൊല്ലമായി മാറ്റിവെക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ഫോൺ സീസ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ദിലീപ് അതിനെ വഴങ്ങാതെ ഇരിക്കുകയും തന്റെ ഫോൺ തനിക്ക് സൗകര്യമുള്ള സ്വകാര്യ ഫോറൻസിക്കിലേക്ക് അയക്കുകയും അതിലെ തെളിവുകൾ എല്ലാം നശിപ്പിക്കുകയും ചെയ്തതിന് ശേഷം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ദിലീപിന്റെ സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു പോക്കറ്റടിക്കാരനോ പിടിച്ചുപറിക്കാരനോ അല്ലെങ്കിൽ സാധാരണക്കാരനോ ആയിരുന്നെങ്കിൽ കോടതി ഈ വിധേയത്വം കാണിക്കുമായിരുന്നു. ഇത് മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങൾ അനന്തു തന്റെ പോസ്റ്റിൽ വിശദമായി പറയുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ പേരിൽ നാളെ എന്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അത് നേരിടാൻ തയ്യാറാണെന്നും മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെടാൻ എൻ്റെ പേര് അനന്തു ഷൂ സവർക്കർ എന്നോ രാഹുൽ ഈശ്വർ എന്നോ അല്ല, അനന്തു സുരേഷ് കുമാർ എന്നാണെന്ന് കൂടെ അനന്തു പറയുന്നുണ്ട്. ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ച് കാണണം എന്ന് കരുതിയല്ല, നീതിയുക്തമായ മനുഷ്യന്റെ സാമാന്യയുക്തിക്ക് മനസ്സിലാകുന്ന മിനിമം മര്യാദകൾ പാലിക്കുന്ന സ്വാധീന ശക്തികൾ പ്രകടമാക്കാത്ത സത്യസന്ധമായ ഒരു ലീഗൽ ഇവാലുവേഷൻ ഈ കേസിൽ നടക്കണം. ഈ മൃഗീയ പൈശാചിക പിതൃശൂന്യ കുറ്റകൃത്യ കേസിൽ അവനോടൊപ്പമാണോ അവരോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അവളോടൊപ്പം മാത്രം. ഈ കേസിൽ അവളാണ് കോടതി. നീതി നടപ്പായി എന്ന ഉത്തമ ബോധ്യം അവൾക്കുണ്ടാകുന്നതുവരെ ഈ നാട്ടിൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരോടൊപ്പം ഞാനും ഉണ്ടാകും. ഈ കേസിൽ അവളാണ് കോടതി. നീതി നടപ്പായി എന്ന ഉത്തമ ബോധ്യം അവൾക്ക് ഉണ്ടാകുന്നതുവരെ ഈ നാട്ടിൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരോടൊപ്പം ഞാനും ഉണ്ടാകും അവരോടൊപ്പം എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അനന്തു അവസാനിപ്പിക്കുന്നത്.